ആദ്യം തന്നെ സോറി പറഞ്ഞ് തുടങ്ങാണ് കേട്ടോ. കാരണം ഇന്നത്തേതൊരു കുഞ്ഞു വ്ളോഗാണ്. നിങ്ങളെപ്പോഴും പറയുന്നതാണ് വീഡിയോക്ക് ലെങ്ത്ത് കൂട്ടണേ എന്ന്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഇതേപോലെ വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുക്കാനൊന്നും തോന്നാറില്ല. കുറച്ച് എടുക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു മടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു, എനിക്കൊന്ന് പുറത്ത് പോകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇന്ന് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേതൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം ഇന്നത്തെ വീഡിയോയിൽ ഒന്നുമില്ല എന്ന് പറയില്ലേ. എന്നാലും ഒരു ദിവസം നിങ്ങൾ എൻ്റെ വീഡിയോക്ക് കട്ട വെയിറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ഞാനൊരു കുഞ്ഞു വീഡിയോ എങ്കിലും ഒരു ദിവസം ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നിരാശപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്, കമൻറ്റിലൂടെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അരി കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. തലേ ദിവസം ഇവ എണീച്ച് വന്നേക്ക് തന്നെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചായക്ക് കടിയൊന്നും വേണ്ട എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്, വെറും ചായ മതിയെന്ന്. എന്നിട്ട് പിന്നെ ആ ഒരപ്പം കൊണ്ട് ഇരിക്കുന്നത് ഇന്നലത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. വേണ്ട എന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ എന്ത് വിചാരിച്ചു, കടിയൊന്നും ഉണ്ടാക്കിയില്ല, കഞ്ഞിയാക്കാൻ വിചാരിച്ചു കേട്ടോ. കഞ്ഞിയാവുമ്പോൾ അതങ്ങ് കോരി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് കുടിച്ചോളും. അപ്പോൾ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ. രാവിലെ കഞ്ഞി കുടിച്ചിങ്ങാണ്ട് പറഞ്ഞേക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് കേട്ടോ. അവരുടെ വയറിനൊരു സുഖമായിരിക്കും. ഉച്ചവരെ അവർ നല്ല എന്താ പറയുക എനർജി ആയിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നല്ല ഉള്ളിക്കൂട്ടാനുണ്ട് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓൾക്ക് ലഞ്ചും കൊടുത്തു വിടണ്ടേ. അപ്പോൾ ഓൾക്ക് ലഞ്ച് ബോക്സിൽ കാക്കാനും കൂടെ വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എൻ്റെ ഉമ്മ ആക്കി തന്നിരുന്ന കൂട്ടാനായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നമുക്ക് ഈ കൂട്ടാനെന്ന് പറയുന്നത്. ഇപ്പോഴും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാനോട് ഉള്ളിക്കൂട്ടാൻ മതി ചോറുക്ക് എന്ന് പറയും കേട്ടോ. കറി വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. ഞാൻ എന്നും തീരെ കൂട്ടൂല എന്നല്ല, പക്ഷേ എനിക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങനെയുള്ള കൂട്ടാനുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടിങ്ങാണ്ട് ചോറിൽ ഇട്ട് കുഴച്ചിങ്ങാണ്ട് അങ്ങനെ ചോറ് വയ്ക്കാനാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് ഇതിലോട്ട് വേണ്ടത്. ഇനി നമുക്ക് ആ റെസിപ്പി വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. പലരും ഉണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും. കമൻറ്റിലൂടെ വന്നിട്ടുണ്ടാകുന്ന ഷോർട്സിൻ്റെ താഴെ ഓരുടെയും ഫേവറേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിക്കൂട്ടാനിന് വേണ്ടിയിട്ടുള്ള ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതാ വല്യുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 2 വല്യുള്ളിയും 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ആ വല്യുള്ളി ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുതേ. ഇനിയിപ്പോൾ ഇതാ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടിക്കോളും. ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ പിന്നെ അതിലേക്കുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോക്കും ഒരുപാട് കമൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങളുടെ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മാഷാഅല്ലാഹ് എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. കാരണം നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കൊരു ഉപകാരം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. അതൊക്കെ തന്നെയല്ലേ എനിക്ക് ഈ ഒരു വീഡിയോ ഇടുന്നതിനെ കൊണ്ട് കിട്ടുന്ന അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള വീഡിയോസ് കമൻസ് കാണുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറ് കമൻ്റ് ഇടണേ എന്നുള്ളത് കേട്ടോ. നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുക, അതൊരു വാക്കിലൂടെ അല്ലെങ്കിൽ ഒരു എഴുത്തിലൂടെ ആണെങ്കിൽ പോലും അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക നമ്മളുടെ ഒരു സന്തോഷമല്ലേ. മറ്റുള്ളവർ നമ്മളുടെ ഒരു വാക്കിലൂടെ എഴുത്തിലൂടെയൊക്കെ സന്തോഷിക്കുക അറിയുമ്പോൾ നിങ്ങളുടെ കമൻസിലൂടെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ നാളെ വീണ്ടും എടുക്കാനും കുഞ്ഞു വീഡിയോ ആണെങ്കിൽ പോലും അത് എഡിറ്റ് ചെയ്തെങ്ങാണ്ട് നിങ്ങൾക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാനും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു കമൻറ്റൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. ചിലർ പറയാറുണ്ട് മറന്നു പോവുകയാണെന്നൊക്കെ. ഒരിക്കലും മറന്നു പോകരുത് കേട്ടോ. കമൻ്റ് ഇടാൻ മറക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ മറക്കണ മാതിരിയല്ലേ. അതുകൊണ്ട് മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ഇത്രയാണ് കേട്ടോ ഞാൻ അതിലേക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ അതിലേക്ക് 2 പപ്പടം കാച്ചിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഹാ വയറ് നിറച്ച് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞില്ലേ, അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഉള്ളിക്കൂട്ടാൻ പപ്പടം അല്ലെങ്കിൽ ഉള്ളിക്കൂട്ടാൻ കോഴിമുട്ട പൊരിച്ചത്. അപ്പോൾ ഇവാക്ക് ഉള്ളിക്കൂട്ടാനും കോഴിമുട്ട പൊരിച്ചതാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു,
ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ 7 മാസം വരെ വീഡിയോ കാണുന്നതിന് മുമ്പേ തംബ്നെയിൽ കണ്ടിട്ട് കമൻ്റ് ഇട്ടതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 7 മാസം വരെ നിങ്ങൾ എൻ്റെ വയറ് കാണൂലേ? എൻ്റെ വയറ് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടുക്കണോ? ഇങ്ങനെ 7 മാസം വരെ ഇത്രയും പൊങ്ങിയ വയറായിട്ട്. ഞാനല്ല പ്രഗ്നൻ്റ്. വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതോ ഫുള്ള് കണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയൂല. ഇളയച്ചിയാണ് കേട്ടോ പ്രഗ്നൻ്റ്. ഓളെയാണ് പ്രസവത്തിന് കൊണ്ടുപോകുന്നത്, ഞാനല്ല. ഞാനാണെങ്കിൽ 7 മാസം വരെയൊക്കെ നിങ്ങളോട് ഇരിക്കൂല കേട്ടോ, എന്തായാലും നിങ്ങളോട് പറയൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നമ്മൾ മുട്ട വറുത്തെടുക്കുക. എന്നിട്ട് അപ്പോൾ അവർ വീഡിയോ കാണുന്നതിന് മുമ്പ് തംബ്നെയിൽ കണ്ടിട്ട് ചോദിച്ചതായിരിക്കും. എന്താണേലും ഞാനല്ല എന്നുള്ളത് ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്നുകൂടെ ക്ലിയർ ആക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇവാക്ക് ചോറിൽ ഉള്ളി കൂട്ടാനും മുട്ട വറുത്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഉച്ചക്കാ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ആ ഒരു എണ്ണയുടെ മെഴുക്കൊക്കെ അതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അതാ രണ്ടാക്കും കൂടെ കഞ്ഞി വിളമ്പാണ്. ഒരു പാത്രത്തേക്ക് തന്നെയാണ് കേട്ടോ വിളമ്പി എടുക്കുന്നത്. എന്നാൽ പിന്നെ അത് ആ ചൂടോട് കൂടി ആ കഞ്ഞിയാണ് കോരി കൊടുക്കുമ്പോൾ അത് വയറ് നിറച്ച് കഴിച്ചെങ്ങാണ്ട് അവർ ഹാപ്പിയായി പോകും, നമ്മൾക്കും ഹാപ്പിയാണ് കേട്ടോ. അവർ വയറ് നിറച്ച് രാവിലെ എന്തെങ്കിലും കഴിച്ചു പോയാലല്ലേ നമുക്കൊരു സമാധാനമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കും. അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല കേട്ടോ. ഉച്ചക്കത്തെ വൈകുന്നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്താലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ നമ്മളുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അത്ര ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചെറുതെങ്കിലും കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിക്കണം എന്ന് പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്ര വലിയ അതിനെക്കുറിച്ചിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയൂല കേട്ടോ. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയണമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണ്ടത്തരം പറഞ്ഞ പോലെ ആയി പോവില്ലേ. അപ്പോൾ ഇതാ ഇവാക്കുള്ള കഞ്ഞി കോരിക്കൊടുക്കണം. അയാനെക്കുട്ടി വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ. അവൾക്ക് ഇനി ബാലവാടിക്ക് കൊണ്ടാക്കണതിന് മുമ്പേ ഞാൻ കോരിക്കൊടുക്കും കേട്ടോ. ഇനി ഇന്ന് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അതപ്പോൾ ഇവാൾക്കിന്ന് വൈറ്റ് യൂണിഫോമാണ്, ഫ്രൈഡേ ഓൾക്ക് വെള്ള യൂണിഫോമാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. ഇവാൻ്റെ വണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യുക. ആ ടൈമിൽ അത്യാവശ്യം ഫ്രണ്ട് ഏരിയ ഒന്ന് അടിച്ചു വാരുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അയാനക്കുട്ടിനെയും കൊണ്ടാക്കി വന്നിട്ട് പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണ്ടായിരുന്നു. അയാനക്കുട്ടിക്ക് അംഗനവാടിക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രൗസർ അങ്ങനത്തെ കളൊക്കെ ഒന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് തീരെ ക്ഷീണം കാരണം ഒന്നും വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ഫ്രണ്ടിലത്തെ വീടുണ്ടല്ലോ, അവിടുത്തെ നസീം താത്താനോട് വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ അടിച്ചു വരുന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കിയിട്ട് നിൽക്കണത്. അവരോട് വർത്താനം പറയുന്നതുകൊണ്ട് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കിയിട്ടുള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ആക്കുക. എപ്പോഴും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്